നമ്മൾ ദിവസവും പതിനായിരക്കണക്കിന് വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തതെന്ന്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രപഞ്ചം ശ്രദ്ധിക്കാതെ പോകുന്നത്? ഇതിന് കാരണം നമ്മുടെ തൊണ്ടയിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മളൊരിക്കലും ഉണർത്താത്ത ഒരു ഊർജ കേന്ദ്രമാണ്. അതാണ് നമ്മുടെ വിശുദ്ധി ചക്രം. ഇത് വെറുമൊരു ചക്രമല്ല, ഇത് 16 സ്വരങ്ങളുടെയും പ്രപഞ്ചത്തിലെ ആകാശ തത്വത്തിൻ്റെയും സംഗമ ഭൂമിയാണ്. ആരും പറയാത്ത നിഗൂഢമായ രഹസ്യങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. എങ്ങനെയാണ് ഹം എന്ന മന്ത്രം നമ്മുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്? എന്താണ് സദാശിവന്റെ മൗനവും വാക്ക് സിദ്ധിയും തമ്മിലുള്ള ബന്ധം? അസെൻഷൻ ടീച്ചിങ്സിൽ പറയുന്ന ഈജിപ്ഷ്യൻ പുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്ന ആ നെച്ചർ സ്പെൽ എന്താണ്? ഇത് നമ്മുടെ ശബ്ദത്തെയും ജീവിതത്തെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിജ്ഞാന യാത്രയാണ്. സത്യം പറയുന്ന ഓരോ വാക്കും നമ്മുടെ പ്രപഞ്ച നിയമമായി മാറുന്ന ആ അവസ്ഥയിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. ഏറ്റവും പ്രിയമുള്ളവരെ, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേവലം മാംസനിർമ്മിതമായ നമ്മുടെ തൊണ്ടയെക്കുറിച്ചല്ല. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ തലച്ചോറിലെ ചിന്തകളെയും ഹൃദയത്തിലെ വികാരങ്ങളെയും ബന്ധിപ്പിക്കുന്ന അതിനിഗൂഢമായ ഒരു ഊർജ പാലത്തെക്കുറിച്ചാണ്. അതാണ് നമ്മുടെ വിശുദ്ധി ചക്രം. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് ചലനമാണെന്ന് നമുക്കേവർക്കും അറിയാം. സർവചരാചരങ്ങളും അനന്തമായ ഒരു സംഗീതത്തിൻ്റെ പ്രകമ്പനങ്ങളാണ്. ഭാരതീയ ഋഷിമാർ ഇതിനെയാണ് നാദബ്രഹ്മം എന്ന് വിളിച്ചത്. ഈ പ്രപഞ്ചത്തിൻ്റെ താളം നമ്മുടെ തൊണ്ടയിലെ ഈ ചെറിയ കേന്ദ്രത്തിൽ കുടികൊള്ളുന്നുവെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നമുക്ക് ഒരുപക്ഷെ പ്രയാസമായിരിക്കും. എന്നാൽ സത്യം അതാണ്. നോക്കൂ, എത്രയധികം വാക്കുകളാണ് നമ്മൾ വെറുതെ ചിലവഴിക്കുന്നത്. ഒന്നും ആലോചിക്കാതെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് അർത്ഥമില്ലാത്ത എത്ര ശബ്ദങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ട് ഒരു ദിവസം. എന്നാൽ വിശുദ്ധി ചക്രം ഉണർന്നാൽ ഈ അവസ്ഥ മാറും. ഒരു യോഗിയുടെ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും പ്രപഞ്ചത്തിൻ്റെ ചലനവുമായി പൊരുത്തപ്പെടുന്നുണ്ട്. അത്തരം വാക്കുകൾക്ക് കേവലം ശബ്ദത്തിനും അപ്പുറം കർമ്മത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തി കൈവരുമെന്ന് ഓഷോ പറയാറുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളെടുക്കുന്ന ശ്വാസം തൊണ്ടയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു നേർത്ത പ്രകമ്പനം അനുഭവപ്പെടുന്നത്. അത് വായുവിൻ്റെ വെറും ഒഴുക്കല്ല, മറിച്ച് നമ്മുടെ സത്തയുടെ സ്പന്ദനമാണ്. ആ പ്രകമ്പനം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഓഷോ പറയുന്നത് വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ടെന്നാണ്. അസത്യം സംസാരിക്കുകയോ മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഈ ചക്രത്തിൽ ഊർജ തടസ്സം അനുഭവപ്പെടുമെന്നും വെറുതെ സംസാരിക്കുന്നതിനേക്കാൾ മൗനത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വലിയ ആഴമുണ്ടെന്നും അദ്ദേഹം പറയാറുണ്ട്. എന്നാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതോ മൗനമെന്നാൽ സംസാരിക്കാതിരിക്കുക എന്നാണ്. എന്നാൽ അത് ശരിയല്ലെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. മൗനം എന്നത് ഒരു വലിയ ശബ്ദത്തിൻ്റെ ഉത്ഭവ സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. ആ മൗനത്തിൻ്റെ തീരത്താണ് വിശുദ്ധി ചക്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ഈ വാതിൽ നമുക്ക് തുറക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന വാക്കുകളൊന്നും വെറും വാക്കുകളല്ല. അവ നമ്മുടെ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കാൻ പോകുന്ന മന്ത്രങ്ങളായി മാറാൻ പോകുകയാണ്. നമ്മുടെ വിശുദ്ധി ചക്രത്തിൻ്റെ സ്ഥാനം തൊണ്ടക്കുഴിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മുടെ ശ്വാസനാളത്തിന് തൊട്ടുമുകളിലായി ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ അവയവമാണ് തൈറോയിഡ് ഗ്രന്ഥി. നമ്മുടെ ശരീരത്തിൻ്റെ ഊർജനിലയെ നിശ്ചയിക്കുന്നത് ഈ ചെറിയ ഗ്രന്ഥിയാണ്. എന്നാൽ തന്ത്രശാസ്ത്രം ഇതിനെ ഭൗതിക അവയവമായി മാത്രം കാണുന്നില്ല.
ഇത് നമ്മുടെ ശരീരത്തിലെ പ്രാണന്റെ സംക്രമണ കേന്ദ്രമാണ്. മേൽപോട്ടുയരുന്ന പ്രാണശക്തിയെ ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കവാടമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു സമ്മർദ്ദമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോട് സത്യം പറയാൻ വെമ്പുന്ന അവസ്ഥയിൽ നമ്മുടെയൊക്കെ തൊണ്ടയിൽ എന്തോ ഒന്ന് തടഞ്ഞു നിൽക്കുന്നതായി തോന്നാറില്ലേ? വൈദ്യശാസ്ത്രം ഇതിനെ ഗ്ലോബസ് സെൻസേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു പേശി വലിവല്ല. അതിൻ്റെ കാരണം നമ്മുടെ മനസ്സിലെ സംഘർഷമോ ആത്മവിശ്വാസക്കുറവോ പറയേണ്ടത് പറയാൻ പറ്റാത്ത ഭയമോ നമ്മുടെ വിശുദ്ധി ചക്രത്തിലുണ്ടാക്കുന്ന ഊർജ തടസ്സങ്ങളാണ്. ഇതൊരു ഭാരം പോലെ, ഒരു വരൾച്ച പോലെയാണ് ഉണ്ടാവുക. ആ ഭാരമാണ് നമ്മുടെ വിശുദ്ധി ചക്രത്തിൻ്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നത്. ആ മുഴച്ചു നിൽക്കൽ നമ്മുടെയൊക്കെ ആന്തരിക സംഘർഷത്തിൻ്റെ പ്രകടനമാണ്. തൊണ്ടയിൽ വരുന്ന ഈ ചെറിയ മാറ്റം നമ്മുടെ മുഴുവൻ ശരീരത്തെയും യുദ്ധ സന്നാഹത്തിലേക്ക് തള്ളിവിടും. അതുകൊണ്ടാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ശബ്ദം ഇടറിപ്പോകുന്നത്. ഇതിൻ്റെ മറുവശത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, വിശുദ്ധി ചക്രം ഉണരുമ്പോൾ, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം സുഗമമാകുമ്പോൾ നമ്മുടെ ഹോർമോണുകൾ ബാലൻസ്ഡ് ആകുകയും നമ്മുടെ ആത്മവിശ്വാസം ഉയരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വെറും വാക്കുകളായിരിക്കില്ല, മറിച്ച് നമ്മുടെ ആത്മാവിൽ നിന്നുള്ള പ്രകമ്പനങ്ങളായിരിക്കും. പലരും തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് ശരീരത്തിന് അനിവാര്യമാണ്. എന്നാൽ അതിൻ്റെ കൂടെ ആത്മീയ സന്തുലിതാവസ്ഥ കൂടി ഉണ്ടെങ്കിലേ രോഗശാന്തി പൂർണ്ണമാക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വെറുമൊരു മെക്കാനിസമല്ല, ഒരു സ്പിരിച്വൽ ബാലൻസിങ് ആണ്. നമ്മൾ സത്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തൊണ്ടയിലെ പേശികൾക്ക് അയവ് വരികയും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുകയും ചെയ്യും. നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ തൊണ്ടയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ ആരോഗ്യം നമ്മുടെ ആത്മവിശ്വാസത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വോക്കൽ കോഡുകളിലേക്ക് വന്നാലോ? നമ്മുടെ ശബ്ദമുണ്ടാകുന്നത് ഈ രണ്ട് ചെറിയ കോഡുകൾ പരസ്പരം ഉരസുമ്പോഴാണല്ലോ. ഈ ഉരസൽ താളാത്മകമാണോ അതോ സംഘർഷഭരിതമാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഗ്രന്ഥികളുടെ ഊർജമാണ്. നമ്മൾ കോപത്തോടെ സംസാരിക്കുമ്പോൾ വോക്കൽ കോഡുകൾ കഠിനമായി ഉരസും. നേരെ മറിച്ച് നമ്മൾ സ്നേഹത്തോടെയും സത്യത്തോടെയും സംസാരിക്കുമ്പോൾ അവിടെ ഒരു അദൃശ്യമായ സംഗീതമായിരിക്കും രൂപപ്പെടുക. നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ശബ്ദം മനോഹരമാക്കാൻ മരുന്ന് മാത്രം മതിയോ? നമുക്ക് മരുന്ന് മാത്രം മതിയാകില്ല, ആത്മീയമായ ബാലൻസിങ് കൂടി വേണം. അതാണ് നമ്മൾ ഇവിടെ അനുഭവിക്കാൻ പോകുന്നത്. വാക്കുകൾക്ക് ഘനമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് വെറുമൊരു സാഹിത്യപരമായ പ്രയോഗമല്ല, അതൊരു ശാസ്ത്രീയമായ സത്യമാണ്. ഓരോ തവണ നമ്മൾ ഓരോ വാക്കുച്ചരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിനുള്ള കോശങ്ങൾ ആ വാക്കിൻ്റെ ആവൃത്തിയിലുള്ള പ്രകമ്പനത്തെ ഏറ്റുവാങ്ങുന്നുണ്ട്. നമ്മളൊരു നുണ പറയുമ്പോഴോ അല്ലെങ്കിൽ ഉള്ളിലൊന്നു വെച്ച് മറ്റൊന്ന് പുറത്തു പറയുമ്പോഴോ നമ്മുടെ നാഡീവ്യൂഹം അസ്വസ്ഥമാകുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മുടെ തൊണ്ടയിലെ പേശികൾ മുറുകും. ഇത് തലച്ചോറിന് തെറ്റായ സന്ദേശം നൽകുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിരോധം ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ തൊണ്ടയിലായിരിക്കും. ഓരോ തവണ നമ്മൾ സത്യത്തിന് വിരുദ്ധമായി സംസാരിക്കുമ്പോഴും വിശുദ്ധി ചക്രത്തിൽ സൂക്ഷ്മമായ ചലനത്തിൻ്റെ ഒരു വിള്ളൽ വീഴുന്നുണ്ട്. ഇത് തിരിച്ചറിയാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞ ഒരു നുണയോ അല്ലെങ്കിൽ ഒളിച്ചു വെച്ച ഒരു സത്യമോ ഓർമ്മയുണ്ടെങ്കിൽ അത് ഓർക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലൊന്ന് ശ്രദ്ധിക്കണം. അവിടെ ഒരു മുറുക്കമോ അല്ലെങ്കിൽ ഒരു തരം അസ്വസ്ഥതയോ നമുക്ക് അനുഭവപ്പെടും. ആ അസ്വസ്ഥതയാണ് നമ്മുടെ ചക്രം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. നമ്മുടെ വാക്കുകൾ നമ്മുടെ ആത്മാവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതിൻ്റെ സൂചനയാണിത്. കാലക്രമേണ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിള്ളലുകൾ വലുതാകുകയും ഒടുവിലത് തൈറോയിഡ് പ്രശ്നങ്ങളിലേക്കും തൊണ്ടയിലെ വിട്ടുമാറാത്ത അസ്വസ്ഥതകളിലേക്കും നമ്മെ എത്തിക്കും. ഏറ്റവും പ്രധാനമായി സ്വന്തം വാക്കുകളിൽ പോലും നമുക്ക് വിശ്വാസമില്ലാതായി മാറും. എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത്? നമുക്കുള്ളിലെ സത്യത്തെ കൃത്യമായ ആശയവിനിമയം നടത്താൻ കഴിയാത്തത് കൊണ്ടാണത്. നമുക്കേവർക്കും അറിയാം, വാക്കുകൾക്കാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ളതെന്ന്.
ഓരോ മന്ത്രങ്ങളും പ്രവർത്തിക്കുന്നത് ഈ തത്വത്തിലാണ്. വിശുദ്ധ ചക്രയുടെ ഹം എന്ന ബീജമന്ത്രം നമ്മൾ ശരിയായ താളത്തിൽ തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുമ്പോൾ അത് വെറുമൊരു ശബ്ദമല്ല, അതൊരു താക്കോലാണ്. അത് നമ്മുടെ കോശങ്ങളെ റീപ്രോഗ്രാം ചെയ്യും. അതുപോലെ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ട വരളുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശബ്ദം അവിടെ പരുക്കനായി മാറും. എന്നാൽ ശാന്തമായി സത്യം മാത്രം സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ തൊണ്ടയിൽ ഒരു തരം കുളിർമയും തണുപ്പും അനുഭവപ്പെടും. അതാണ് വിശുദ്ധ ചക്രത്തിൻ്റെ ശുദ്ധീകരണം. നമ്മളിവിടെ പഠിക്കുന്നത് വാക്കുകളെ ഒരു ആത്മീയ ഉപകരണമാക്കി മാറ്റാനാണ്. ഇനി മുതൽ നമ്മുടെ വാക്കുകൾ വെറും വാക്കുകളല്ല, അവ നമ്മെ തന്നെ സുഖപ്പെടുത്തുവാനുള്ള ഔഷധമാണ്. സത്യം സംസാരിച്ച് ഈ ഊർജ്ജച്ചോർച്ചയെ തടയാനും വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് ഊർജം പകരാനും നമുക്ക് കഴിയുമോ? ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് പ്രപഞ്ചത്തെ ചലിപ്പിക്കുവാനുള്ള ശക്തിയുണ്ടാകും. ഇതുവരെ നമ്മൾ തൊണ്ടയുടെ ശരീരശാസ്ത്രവും ശബ്ദത്തിൻ്റെ ശാസ്ത്രീയ അടിത്തറയും മനസ്സിലാക്കി. ഇനി നമ്മൾ വിശുദ്ധി ചക്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയിലേക്കാണ്, അതായത് ആധികാരികമായ ശബ്ദത്തിലേക്കാണ് കടക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർ സംസാരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിശബ്ദരായി അവരെ കേൾക്കുന്നതെന്ന്? എന്നാൽ മറ്റു ചിലർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കാറ്റിൽ അലിഞ്ഞു പോകുന്നതും പോലെയാണ്. ഇവിടെയാണ് ആധികാരികത എന്ന രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ലോകചരിത്രം മാറ്റി എഴുതിയ വലിയ നേതാക്കളെയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ തൊട്ട കവിത സൃഷ്ടിച്ച ഒരു കവിയെയോ ശ്രദ്ധിച്ചാൽ ഇവരുടെ വാക്കുകൾ അവരുടെ തലച്ചോറിൽ നിന്നും വരുന്ന വെറും അക്ഷരങ്ങളല്ല, മറിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് വിശുദ്ധി ചക്രത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു വരുന്നതാണ്. തങ്ങൾക്കെന്ത് നേട്ടമുണ്ടാകും എന്നതിലല്ല, മറിച്ച് സത്യം എന്താണെന്ന ബോധ്യത്തോടെയാണ് അവർ സംസാരിക്കുന്നത്. ആ വാക്കുകൾക്ക് അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഒരു മാന്ത്രിക ശക്തിയുണ്ടാകും. നമ്മളൊരു കള്ളം പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ അവിടെ അസ്വസ്ഥമാകും, നമ്മുടെ ശ്വാസഗതി മുറിയും, ശബ്ദത്തിലൊരു ചെറിയ വിറയൽ വരും. കാരണം കള്ളമെന്നത് നമ്മുടെ ആത്മാവിൻ്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. എന്നാൽ നമ്മൾ സത്യം പറയുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് ലഭിക്കുന്ന ഗാംഭീര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് മറ്റാരെയും ബോധ്യപ്പെടുത്തുവാനുള്ളതല്ല, അത് നമുക്കുള്ളിലെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. ഒരു ആത്മീയ ശക്തിയുണ്ടതിന്. ഈ ലോകത്തെ കീഴടക്കാൻ ആയുധങ്ങളൊന്നും വേണ്ടെന്നേ, പകരം നമ്മുടെ വിശുദ്ധി ചക്രത്തിൽ നിന്ന് ഉതിരുന്ന ഒരു തുള്ളി സത്യത്തിൻ്റെ ആ വാക്കിന് ഒരു സാമ്രാജ്യത്തെ തന്നെ ചലിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. നമ്മൾ എന്തിനെയാണോ സത്യമെന്ന് വിശ്വസിക്കുന്നത് അത് ആർജവത്തോടെ പറയാൻ പഠിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി ചക്രം പൂർണ്ണമായും ഉണരും. പലരും സംസാരിക്കുന്നത് ലോകം അവരെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. പക്ഷേ ഒരു ആധികാരികമായ ശബ്ദമുള്ളവൻ സംസാരിക്കുന്നത് താൻ ആരാണെന്ന ബോധ്യത്തിലാണ്. ആ ബോധ്യത്തിന് മുന്നിൽ ലോകം താനെ തലകുനിക്കും. നമ്മുടെ വാക്കുകളിൽ ആധികാരികത വരണമെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മുടേതാകണം. അതായത് അവ നമ്മുടെ സത്യത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം. ഈ സത്യം പറയാനുള്ള ആർജവം നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് നമ്മൾ മൗനം പാലിക്കാൻ നിർബന്ധിതരാകുന്നത്? ആ ഭയത്തിൻ്റെ വേരുകൾ എവിടെയാണ്? നമ്മളിൽ പലർക്കും വലിയ ആശയങ്ങളുണ്ട്, ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട സത്യങ്ങളുണ്ട്. എന്നാൽ ഒരു വലിയ സദസ്സിന് മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ തൊണ്ടയിൽ ഒരു കുരുക്ക് അനുഭവപ്പെടുന്നതും വാക്കുകൾ പുറത്തു വരാൻ മടിക്കുന്നതും? ഇത് നാഡീപരമായൊരു തകരാറാണോ? ഒരിക്കലുമല്ല, മറിച്ച് ആത്മീയമായ ശ്വാസം മുട്ടലാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ഭയം. ഇതാണ് വിശുദ്ധ ചക്രത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണാടിയിൽ നമ്മളെ തന്നെ നോക്കാൻ തുടങ്ങുന്ന ആ നിമിഷം നമ്മുടെ സ്വന്തം ശബ്ദം അവിടെ മരിക്കുകയാണ്. ഓഷോ പറയാറുണ്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയക്കാതെ നിങ്ങളുടെ ആത്മാർത്ഥമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതും മറ്റുള്ളവരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നതും നമ്മുടെ വിശുദ്ധി ചക്രത്തെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുമെന്ന്. എന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അടിമപ്പെടുമ്പോൾ നമ്മുടെ വിശുദ്ധി ചക്രത്തിലെ ഊർജ്ജം മുഴുവൻ ചോർന്നു പോകുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിൽ നിന്നല്ല, മറിച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രമാണ്.
ഒരു ബൊമ്മയെപ്പോലെ മറ്റുള്ളവരുടെ താളത്തിന് തുള്ളുന്ന ഈ അവസ്ഥയിൽ വിശുദ്ധി ചക്രം ഒരിക്കലും പ്രവർത്തിക്കില്ല. പകരം അവിടെ ഒരു കെട്ടുണ്ടാകും. ആ കെട്ടാണ് നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ വ്യക്തിത്വത്തെയും തടഞ്ഞു നിർത്തുന്നത്. നമ്മുടെ വാക്കുകൾക്കുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ സത്യം പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അത് നമുക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു പിടിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയാൻ ഈ നിമിഷം മുതൽ നമ്മൾ നമുക്ക് തന്നെ അനുവാദം നൽകണം. സ്നേഹമുള്ളവരെ, നമ്മുടെ വാക്കുകൾ ഒരു ഫ്രീക്വൻസിയാണ്. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഓരോ വാക്കുകളും പ്രപഞ്ചത്തിലെ അനന്തമായ ഊർജത്തെ സ്പർശിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, എനിക്ക് കഴിയില്ല, ഞാൻ തളർന്നു, എൻ്റെ വിധി ഇങ്ങനെയാണെന്നല്ല. ഇത് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധി ചക്രത്തെ നമ്മൾ ഏറ്റവും താഴ്ന്ന ആവൃത്തിയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയാണ്. നമ്മൾ നമ്മെ തന്നെ ഇരുട്ടിലേക്ക് തള്ളിയിടുകയാണ്. എന്നാൽ ഓർക്കണം, നമ്മുടെ ശബ്ദത്തിന് ഈ പ്രപഞ്ചത്തെ മാറ്റി എഴുതാനുള്ള കഴിവുണ്ട്. ഞാൻ ശക്തനാണ്, ഞാൻ പ്രകാശമാണ്, ഞാൻ നിർഭയനാണ് എന്ന് നമ്മൾ ഉറപ്പോടെ ഉച്ചരിക്കുമ്പോൾ ആ വാക്കുകൾ കേവലം ഒരു ശബ്ദമല്ല, മറിച്ച് അതൊരു സങ്കല്പമാണ്. അത് നമ്മുടെ കോശങ്ങളെ കോടിക്കണക്കിന് വൈബ്രേഷനുകളാൽ ഉണർത്തും. ഒരു യോഗി ഒരിക്കലും ഒന്നും വെറുതെ സംസാരിക്കില്ല. അവർ സംസാരിക്കുന്നത് പ്രപഞ്ചത്തോട് സംവദിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ വാക്കുകൾക്ക് പ്രകൃതിയെ ചലിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. കാരണം ആ വാക്കുകൾക്ക് പിന്നിൽ അഹങ്കാരമില്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ശുദ്ധമായ സത്യമാണുള്ളത്. നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ രൂപപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാക്കിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും പ്രപഞ്ചം തഥാസ്തു എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങുന്ന ഒന്നാണെന്ന് നമ്മൾ മറക്കരുത്. അത് നല്ലതായാലും ചീത്തയായാലും. ഇവിടെ നമ്മൾ നേടേണ്ട തിരിച്ചറിവെന്നത് നമ്മുടെ വാക്കുകളെ എങ്ങനെ ഉയർന്നൊരു വൈബ്രേഷൻസ് ആക്കി മാറ്റാം എന്നതാണ്. ഇനി മുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമുക്കുള്ളിലെ ആ സത്യത്തിൻ്റെ പ്രതിധ്വനിയായിരിക്കണം. വാക്കുകളെ കേവലം ആശയവിനിമയത്തിനുള്ള ഉപകരണമായി കാണാതെ അതിനെ പ്രപഞ്ചവുമായി സംവദിക്കുവാനുള്ള ഒരു പുണ്യകർമ്മമായി കാണണം. നമ്മുടെ ശബ്ദമുണർന്നാൽ, നമ്മുടെ വിശുദ്ധി ചക്രം തെളിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഈ പ്രപഞ്ചത്തിൻ്റെ നിയമമായി മാറും. നമ്മുടെ വിശുദ്ധി ചക്രം വെറുമൊരു ഊർജ കേന്ദ്രമല്ല, മറിച്ച് പ്രപഞ്ചവുമായുള്ള ആശയവിനിമയത്തിൻ്റെ ആന്റിനയാണ്. ഈ ചക്രത്തെ 16 ഇതളുകളുള്ള ഒരു നീല താമരയായാണ് പുരാതന തന്ത്രഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ 16? ഇത് വെറും അലങ്കാരമൊന്നുമല്ല കേട്ടോ. ഇതൊരു ഗണിതശാസ്ത്രപരമായ രഹസ്യമാണ്. സംസ്കൃത ഭാഷയിലെ 16 സ്വരങ്ങളാണ് ഈ 16 ഇതളുകളിൽ അധിഷ്ഠിതമായിരിക്കുന്നത്. വിശുദ്ധി ചക്രത്തിന് ചുറ്റുമുള്ള നാഡീവ്യൂഹങ്ങളെയും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെയും ഈ ഇതളുകൾ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഈ 16 ഇതളുകളെയും ഒരു മന്ത്രധ്യാനത്തിലൂടെ ഉണർത്തുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലെ 16 വ്യത്യസ്ത മാനങ്ങളിലേക്ക് നമ്മുടെ സംഭാഷണത്തെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മറ്റ് ചക്രങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു എന്നീ ഭൗതിക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ വിശുദ്ധി ചക്രം ആകാശ തത്വമാണ്. ആകാശമെന്നാൽ ശൂന്യതയല്ല, അത് സർവ്വതിനെയും വഹിക്കുന്ന ഊർജത്തിൻ്റെ മാധ്യമമാണ്. ഒരു കുടത്തിനുള്ളിലെ ശൂന്യതയും പുറത്തെ ശൂന്യതയും ഒന്ന് തന്നെയാണ്. വിശുദ്ധി ചക്രം ഉണരുമ്പോൾ ശരീരത്തിനുള്ളിലെ ഈ ആകാശത്തെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള സ്ഥലത്തെയും നിയന്ത്രിക്കുവാനുള്ള അതീന്ദ്രിയമായ ശേഷി നമുക്ക് കൈവരും. ഇതിനെയാണ് യോഗികൾ ആകാശസിദ്ധി എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഗേജരി മുദ്രയുമായി ബന്ധപ്പെട്ടതാണ്. നാക്കിനെ ഉള്ളിലേക്ക് മടക്കി തൊണ്ടയുടെ മുകൾ ഭാഗത്ത് സ്പർശിക്കുമ്പോൾ വായുവിലേക്കും ആകാശത്തിലേക്കുമുള്ള പ്രവേശന കവാടം തുറക്കുകയാണ്. ഈ സമയത്ത് ശരീരത്തിനുള്ളിലെ ആകാശം വികസിക്കും. നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യർ ശരീരത്തെ ഒരു ബൗണ്ടറിയായി കാണുമ്പോൾ ഗേജരി സിദ്ധി നേടിയവർ ശരീരത്തെ ഒരു പ്രപഞ്ചമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ 16 ഇതളുകളെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കുള്ളിലെ സ്പേസ് വികസിക്കുന്നതായി സങ്കല്പിക്കണം. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ അത് തൊണ്ടയിലൂടെ കടന്നു പോകാതെ 16 ഇതളുകളിലൂടെയും പ്രപഞ്ചത്തിലേക്ക് വ്യാപിക്കുന്നതായി ഭാവന ചെയ്യണം. ഇത് നമ്മുടെ വാക്കുകൾക്ക് വെറും ഭൗതികമായ ശബ്ദത്തിനുമപ്പുറം പ്രപഞ്ചത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വൈബ്രേഷണൽ ശക്തി നൽകും. താന്ത്രിക ശാസ്ത്രത്തിലെയും യോഗവിദ്യയിലെയും അതീവ രഹസ്യമായ ഒരു വിഷയമാണിത്.
വിശുദ്ധി ചക്രത്തിലെ 16 ഇതളുകളായ സ്വരങ്ങൾ നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ ക്രമീകരിക്കുന്ന 16 ഊർജ വാതിലുകളാണ്. ഓരോ ഇതളും ഓരോ കലയെ അല്ലെങ്കിൽ അറിവിനെ പ്രതിനിധീകരിക്കുന്നവയാണ്. ഈ 16ലേക്ക് എത്തുമ്പോൾ നമ്മളും പൂർണ്ണതയിലേക്ക് എത്തും. നമുക്ക് ആ ഇതളുകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഒന്നാമത്തെ ഇതൾ വാക്കുകളുടെ ഉത്ഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഇതൾ ആശയങ്ങളുടെ വ്യക്തതയാണ്. മൂന്നാമത്തേത് ഉള്ളിലുള്ളത് സത്യസന്ധമായി പുറത്തു കൊണ്ടുവരുവാനുള്ള കഴിവാണ്. നാലാമത്തേത് സംഗീതവും താളവുമാണ്. അഞ്ചാമത്തെ ഇതൾ സർഗാത്മകതയാണ്. ആറാമത്തേത് അറിവ് ഗ്രഹിക്കുവാനുള്ള നമ്മുടെ വേഗതയെ സൂചിപ്പിക്കുന്നതാണ്. ഏഴാമത്തേത് പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എട്ടാമത്തേത് ആഴത്തിലുള്ള മൗനമാണ്. ഒൻപതാമത്തേത് അദൃശ്യമായതിനെ ദൃശ്യമാക്കുവാനുള്ള കഴിവാണ്. പത്താമത്തേത് വികാരങ്ങളുടെ ബാലൻസിംഗ് ആണ്. 11ാമത്തെ ഇതൾ നമ്മുടെ ഉൾക്കാഴ്ചയെയും 12ാമത്തെ ഇതൾ മധുരമായ സംഭാഷണവും 13ാമത്തെ ഇതൾ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള വിവേകവും 14ാമത്തേത് മനസ്സിനെയും ശരീരത്തെയും യോജിപ്പിക്കലും 15ാമത്തെ ഇതൾ കർമ്മഫലങ്ങളെ അതിജീവിക്കലും അഥവാ അറ്റാച്ച്മെൻറ്റുകളിൽ നിന്നുള്ള മോചനവുമാണ്. 16ാമത്തെ ഇതൾ പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിൽ അപ്പോൾ സംസാരിക്കുന്നത് വ്യക്തിയായിരിക്കില്ല, ഈ പ്രപഞ്ചമായിരിക്കും. അതുപോലെ തന്നെ ഓരോ ചക്രത്തിനും ഒരു ജാമതീയ കേന്ദ്രമുണ്ട്. വിശുദ്ധി ചക്രത്തിൻ്റെ കേന്ദ്രം ഒരു വെളുത്ത വൃത്തമാണ്. അത് അനന്തമായ ആകാശത്തെ, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ച ശൂന്യതയെ പ്രതിനിധീകരിക്കുന്നതാണ്. വിശുദ്ധി ചക്രം ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിലെ ഈ വൃത്തത്തെ പ്രകാശമാനമാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി മുതൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് ഒരു വെളുത്ത പ്രകാശവലയത്തെ കാണാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം. അതാണ് നമ്മുടെ ആകാശതത്വം. നമ്മൾ എത്രമാത്രം വിശാലമായി ചിന്തിക്കുന്നുവോ അത്രമാത്രം ഈ വെളുത്ത വൃത്തം നമുക്കുള്ളിൽ വികസിക്കും. വൃത്തം വികസിക്കുമ്പോൾ വാക്കുകൾക്ക് അധികാരവും ആഴവും വരും. ഈ വൃത്തം എന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾക്ക് വിശുദ്ധി ചക്രം ഉണർന്നാൽ മറ്റുള്ളവരെ കേൾക്കാനും അവർ പറയുന്നത് ഉൾക്കൊള്ളുവാനുമുള്ള വലിയൊരു കഴിവ് ലഭിക്കും. ഇനി നമുക്ക് വിശുദ്ധ ചക്രയിൽ നിന്നും പീനിയൽ ഗ്ലാൻഡിലേക്ക് ഒരു യാത്ര ചെയ്യാം. നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മുടെ ബോധത്തെ തൊണ്ടയുടെ മധ്യഭാഗത്ത്, അതായത് വിശുദ്ധി ചക്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവരണം. അവിടെ നീല നിറത്തിലുള്ള ഒരു താമര മുട്ടിരിക്കുന്നതായി സങ്കല്പിക്കണം. ആ മുട്ട് ഇനി ഓരോ ഇതളുകളായി വിടരുകയാണ്. ഓരോ ഇതൾ എണ്ണുമ്പോഴും ആ നീലപ്രകാശം തൊണ്ടയിൽ നിന്ന് അല്പം മുകളിലേക്ക് ഉയരുന്നതായി സങ്കല്പിച്ചുകൊണ്ടിരിക്കണം. ഈ താമരമുട്ടിൻ്റെ ആദ്യ ഇതൾ വിടരുമ്പോൾ തൊണ്ടയുടെ അടിഭാഗത്ത് ഒരു ചെറിയ വിറയൽ അനുഭവപ്പെടാം. ആ വിറയൽ അല്പം മുകളിലേക്ക് ഉയരുകയാണ്. 2ഉം 3ഉം 4ഉം ഇതളുകൾ, അങ്ങനെ ഓരോ ഇതളും വിടരുമ്പോൾ നിങ്ങളുടെ ബോധം തൊണ്ടയുടെ ഓരോ പാളി കടന്ന് മുകളിലേക്ക് ഇങ്ങനെ പോകണം. 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും ഇതളാകുമ്പോഴേക്കും നമ്മുടെ ശ്രദ്ധ തൊണ്ടയുടെ മധ്യഭാഗം പിന്നിട്ട് അല്പം മുകളിലെത്തി കഴിഞ്ഞിരിക്കും. ഇവിടെ നമ്മുടെ തൊണ്ടയിലെ ഭാരം ഒഴിഞ്ഞു പോകുന്നത് അനുഭവിക്കാൻ കഴിയും. 8ഉം 9ഉം 10ഉം ഇതളുകളാകുമ്പോഴേക്കും നമ്മുടെ ബോധം തൊണ്ടയുടെ മുകൾ ഭാഗത്തായിരിക്കണം. അവിടെ ഒരു നീല നിറമുള്ള പ്രകാശവലയം ഉദിക്കുന്നത് കാണണം. 11ഉം 12ഉം 13ാമത്തെ ഇതളാകുമ്പോഴേക്കും യാത്ര അതിവേഗമായിരിക്കും. തൊണ്ടയിൽ നിന്ന് ആ പ്രകാശധാര നേരെ തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡിലേക്ക് കുതിക്കണം. 14ഉം 15ഉം 16ാമത്തെയും ഇതളുകളിലെത്തുന്ന നിമിഷം തൊണ്ടയിലെ ആ 16 ഇതളുകളിൽ നിന്നും ഒരു നീല പ്രകാശ സ്തംഭം നേരെ മുകളിലേക്ക് കുതിച്ചുയരുന്നത് കാണണം നമ്മൾ. നമ്മുടെ ബോധം അപ്പോൾ തൊണ്ടയിലായിരിക്കില്ല, അത് തലച്ചോറിൻ്റെ കേന്ദ്രത്തിൽ, പീനിയൽ ഗ്ലാൻഡിലെ ആ നിഗൂഢമായ ഇരിപ്പിടത്തിലായിരിക്കണം. അവിടെ ആ പ്രകാശത്തിൽ അല്പനേരം വിശ്രമിച്ചിരിക്കാം. എന്നിട്ട് സാവകാശം നമ്മുടെ ശാരീരിക ബോധത്തിലേക്ക് തിരികെ വരാം. ഇത് നമ്മുടെ വിശുദ്ധി ചക്രത്തെ ഉണർത്താൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു വിദ്യയാണ്.